പ്രവാചക കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ശാക്തീകരണത്തിനും വേണ്ടി മഅ്ദിൻ അക്കാദമിക്ക് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ദാറുൽ ബത്തൂൽ സ്ഥാപനത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം വിപുലമായി തന്നെ മഅ്ദിൻ എജു പാർക്കിൽ നടന്നു. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളും മറ്റ് പ്രഗത്ഭ സാദാത്യങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജീവിതത്തിലെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണിന്ന്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായെ അമീറുൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോഴുള്ള ദുആ എല്ലാ ദുആകളിലും വ്യത്യസ്തമായിരുന്നു. സാധാരണഗതിയിൽ എല്ലാ കുടുംബജീവിതത്തിലും ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ ജമ ബൈനക്കുമാ ഫീ ഖൈരിൻ വലത്തിഫിൻ വആഫിയ എന്നാണ് ദുആ ചെയ്യാറുള്ളെങ്കിൽ സ്വന്തം മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹുവിനെ ദുആ ചെയ്യുമ്പോൾ ജഅല നസ്തഹുമാ മഫാത്തിഹർ റഹ്മ വ മഅദിനൽ ഹിക്മ വ അംനൽ ലിൽ ഉമ്മ എന്നാണ്. അഥവാ അഹ്ലുബൈത്തിൻ്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ് എന്ന് അവിടുന്ന് നിർണയിച്ച് കാണിക്കുകയാണ്. മഫാത്തിഹർ റഹ്മ, ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും റഹ്മത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോലായി അവർ അഹ്ലുബൈത്തിനെ ഉയർത്തണേ എന്ന് ദുആച്ചയിലോടുകൂടെ തന്നെ പിന്നീട് പറയുന്നത് വമാഅദിൽ ഹിക്മ, എല്ലാ ഹിക്മത്തിൻ്റെയും സോയിസായ അഹ്ലുബൈത്തിനെ എൻ്റെ മക്കളെ വളർത്തണേ. പിന്നെ ദുആ ചെയ്യുന്നത് വഅംനൽ ഉമ്മ, എൻ്റെ ഉമ്മത്ത് ലോകാവസാനം എവിടെ വിഷമിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും അവർക്ക് അമ്നാകണമേ അല്ലാഹ്. ഇതിനാദ്യമായി വേണ്ടത് വിജ്ഞാനമാണ്. അഹ്ലുബൈത്തിന് എല്ലാ വിജ്ഞാനവും അഥവാ 50 കൊല്ലം പിന്നിടുമ്പോൾ ആവശ്യമായി വരുന്ന മോഡേൺ ടെക്നോളജിയും ഫോറിൻ ലാംഗ്വേജുകളും തുടങ്ങിയതെല്ലാം ഇപ്പോൾ നൽകലോടുകൂടെ 50-60 കൊല്ലം മുമ്പുണ്ടായിരുന്ന നമ്മുടെ കുട്ടികൾ പൂർവികളുണ്ടായിരുന്ന ആത്മീയതയും ആ ലീഡർഷിപ്പും രണ്ടു കൂടി സമന്വയിപ്പിച്ച് നൽകുക എന്നതാണ് ഈ അഹ്ലുബൈത്ത് സാദാത്ത് അക്കാദമിയിലൂടെ. പ്രത്യേകിച്ചൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അൽ ഉമ്മു മദ്രസ, ആദ്യത്തെ മദ്രസ, ഫസ്റ്റ് സ്കൂള് യഥാർത്ഥത്തിൽ ഉമ്മയാണ്. ഉമ്മയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരമാണ് കുട്ടികളിൽ ഉണ്ടായിത്തീരുക. ആയതുകൊണ്ടാണ് അഹ്ലുബൈത്തിലെ സാദാത്തുക്കളെ അവരെ ഹാഫിളത്തുകളാക്കി, അവരെ ലോകോത്തര പ്രതിഭാത്വം നൽകി, അവരെ കലാതിലകങ്ങളാക്കി, അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ദാറുൽ ബത്തൂലിന് ആരംഭം.